അടി പോലെ നിൽക്കാനല്ല പറഞ്ഞത്. തേങ്ങാ വെള്ളമോ? കാപ്പി ഇട്. കാപ്പി കാപ്പി ഇരിപ്പുണ്ട്. ആ കാപ്പി അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് ഉണ്ട്. ഇത് ഇങ്ങനെ എടുത്തിട്ട് റുക്കിക്ക് തുടങ്ങി. ഇതിനെപ്പറ്റി 2 വാക്ക് പറ. ഇത്രയും നാളായിട്ട് ഈ ഒരു സാധനത്തിൻ്റെ പേരറിയത്തില്ല. അതിനെപ്പറ്റി പറയാൻ എനിക്കറിയാന്ന്. ഇതാ പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ പഴയ ഈ കരകളെ പറ്റിയും ചെടികളെ പറ്റി ഒന്നും അറിയില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം സത്യമായ കാര്യം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും അറിയത്തില്ല ഇതിൻ്റെയൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരെ കുറ്റം പറയാനല്ല പറഞ്ഞ, അതിനെപ്പറ്റി പറയാനല്ല. കാരണം ഇത് എത്ര വർഷം കൊണ്ട് ഇന്നിട്ട് പൂണിച്ചു ഈ സാധനം. ഇതെന്തോ ഇതുവരെ അറിയത്തില്ലേ? ഇതാണ് പൂവരിച്ചെന്ന് പറഞ്ഞ സാധനം. കണ്ടോ? ഇതാണ് പൂവരിച്ച്. ഇത് പൂവരിച്ച്. ഇതിൻ്റെ നമ്മളൊക്കെ അറിയാം എന്തുവാന്നുള്ളത്. ഇതിൻ്റെ ഇലയുണ്ടല്ലോ, ഈ ഇല നമ്മൾ നിങ്ങളാരും കഴിച്ചിട്ടില്ല ചെറുപ്പത്തിൽ. ഉണ്ടല്ലോ വെച്ചിട്ടില്ല ഞാൻ. ഈ ഇലയുണ്ടല്ലോ, ഈ ഇല നല്ല വലിയ ഇല നോക്കി പറിക്കും. കോഴി വീഡിയോ എടുത്തോട്ടെ. വലിയ ഇല നോക്കി പറിച്ചിട്ട് നമ്മുടെ അപ്പച്ചെമ്പെന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പച്ചെമ്പിൻ്റെ ആ കുഴിക്കകത്തോട്ട് ഇത് ഇങ്ങനെ ഇല ഇറക്കി വെച്ചിട്ട് അതിലോട്ട് ദോശ മാവുമല്ലോ, ആ മാവ് നമ്മൾ ഇറക്കി വെച്ച് ഈ ഇല ഇറക്കി വെച്ചിട്ട് ഇല ഇറക്കി വെച്ച് നമ്മളത് മാവ് കോരിയിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിരിക്കും. നല്ല ടേസ്റ്റാണ്. ഇത് ഔഷധ ഗുണമുള്ളൊരു മരം ഈ പൂവരസെന്ന് പറയുന്നത്. ഇതിന് സംസ്കൃത പദമാണെന്ന് തോന്നുന്നു. ശീലാന്തി എന്ന് പറയും. ശീലാന്തി. പിന്നെ ഇതിൻ്റെ തൊലി എടുത്തിട്ട് ആദ്യം വെച്ചിരുന്നാൽ നമ്മൾ ഇഡലിയൊക്കെ പുഴുങ്ങി കഴിക്കും. നല്ലതാണ്. ഇതൊരു മരുന്നും ഒക്കെ കൂടാണ് ഇതിൻ്റെ ഇല. പിന്നെ ഇതിൻ്റെ പഴുത്തലയുണ്ട്. ആ പഴുത്തല എടുത്ത് വെച്ചിട്ട് നമുക്ക് കുളിക്കാൻ നേരം ഉണ്ടല്ലോ, കുളിക്കാൻ നേരം ആ പഴുത്തല വെള്ളം വെന്തിട്ട് നമുക്ക് ആ വെള്ളത്തിൽ കുളിച്ചാൽ നല്ല ശരീരത്തിനൊക്കെ ചൊറിച്ചിലും, അതായത് നമ്മൾ കൊച്ചു കൊച്ചു പാടൊക്കെ ഉണ്ടാകുന്നതും ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാകുമല്ലോ, ചൂടുകുരിനും പറ്റും ഒക്കെ. അപ്പം നമുക്ക് നല്ലൊരു ഫ്രഷ്നസ് കിട്ടും നമ്മൾ ഈ വെള്ളത്തിൽ കുളിച്ച്. നമ്മൾ കുഞ്ഞു പിള്ളേരെയൊക്കെ നമ്മളിത് കുളിപ്പിക്കും ഇതിനകത്തില്ല. കുഞ്ഞു പിള്ളേരെയൊക്കെ ആ വെള്ളം തിളപ്പിക്കുമ്പോൾ ചെറിയ ഇതിൻ്റെ ഒരു കളർ വ്യത്യാസമൊക്കെ വരും.